തെരഞ്ഞെടുപ്പ് തോൽവിയും കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കവും ഹൈക്കമാൻഡിലേക്ക്. കേരളത്തിലെ 50 നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചു. ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും പരസ്യമായി വിമർശിച്ച സുധീരനെതിരെ ഇരു ഗ്രൂപ്പുകളും പരാതി ഉന്നയിക്കും. ഒരു വിഭാഗം ശ്രീനാരായണ ശിഷ്യന്മാർ സമൂഹത്തെ ജാതി പീഡനത്തിന്റെ പാളയത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരുവിന്റെ വിളംബരം ദുർവ്യാഖ്യാനം ചെയ്ത് ജാതിമത കാലുഷ്യം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും പിണറായി. അന്ധൻ ആനയെ കണ്ട പോലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെന്ന് വെള്ളാപ്പള്ളിയുടെ മറുപടി. എഞ്ചിനീയറിംഗ് കോളേജുകളിലെ മാനേജ്മെന്റ് സീറ്റിലേക്ക് പ്രവേശ പരീക്ഷ ഒഴിവാക്കണമെന്ന് സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷൻ. പ്രവേശം +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാക്കണം. നയം മാറ്റിയില്ലെങ്കിൽ വൻ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അസോസിയേഷൻ. മലയാളി വിദ്യാർത്ഥിനി റാഗിങ്ങിനിരയായ സംഭവത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. മൊഴിയെടുക്കാൻ കർണാടക പോലീസ് സംഘം കേരളത്തിലേക്കെത്തും. അശ്വതിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാനുള്ള സന്നദ്ധത JDT ഇസ്ലാം ഓർഫനേജ് അറിയിച്ചതായി പിണറായി വിജയൻ. KPCC പ്രസിഡന്റ് VM സുധീരനെതിരെ വീണ്ടും AI വിഭാഗങ്ങൾ ഹൈക്കമാൻഡിനെ സമീപിച്ചു. ബിജു രമേശിന്റെ മകളുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്ത രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവർക്കെതിരെ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കേരളത്തിൽ നിന്നുള്ള 50 നേതാക്കളെ ഹൈക്കമാൻഡ് ജൂലൈ 7-ാം തീയതി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ബിജു രമേശിന്റെ മകളും അടൂർ പ്രകാശ് MLA മകനും തമ്മിലുള്ള വിവാഹ നിശ്ചയ ചടങ്ങിനെ ചൊല്ലിയാണ് കോൺഗ്രസിനുള്ളിൽ പുതിയ വിവാദം. ചടങ്ങിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കുമെതിരെ VM സുധീരൻ ഇന്നലെ രംഗത്ത് വന്നിരുന്നു. അത്തരത്തിലുള്ള വിവാഹ കർമ്മങ്ങളിൽ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് പാർട്ടിയുടെ. പരസ്പര വിമർശങ്ങൾ പൊതുവേദിയിൽ ഉന്നയിക്കരുതെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം സുധീരൻ തന്നെ ലംഘിച്ചതായാണ് AI ഗ്രൂപ്പുകളുടെ പരാതി. സഹപ്രവർത്തകനായ അടൂർ പ്രകാശിന്റെ മകന്റെ വിവാഹ നിശ്ചയത്തിലാണ് പങ്കെടുത്തതെന്ന ന്യായീകരണവും നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിക്കാനിരുന്ന ഹൈക്കമാൻഡ് ഇതോടെ നടപടികൾ വേഗത്തിലാക്കി. ജൂലൈ 7-ന് ഡൽഹിയിലേക്ക് എത്താനാണ് 50 നേതാക്കൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. KPCC ഭാരവാഹികൾ, MP-മാർ, MLA-മാർ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവരെയാണ് ഹൈക്കമാൻഡ് വിളിപ്പിച്ചിരിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. കേരളത്തിലും ദേശീയ തലത്തിലും കോൺഗ്രസിന് ഇതെന്ത് സംഭവിക്കുന്നു? കേരളത്തിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഏതളവ് വരെ പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിനാകും? സംസ്ഥാന കോൺഗ്രസിലെയും ദേശീയ കോൺഗ്രസിലെയും സമകാലിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഇന്ന് സംസ്ഥാന കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് 3 പേർ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ദേശീയ നേതൃത്വത്തെ പ്രതിനിധീകരിച്ചും ഇന്ന് ഈ ചർച്ചയിൽ ആളുകളുണ്ട്. മാത്യു കുഴൽനാടൻ കൊച്ചിയിൽ, BRM ഷഫീർ തിരുവനന്തപുരത്ത്, ലാലി വിൻസെന്റ് ടെലിഫോണിൽ, ഒപ്പം തന്നെ AICC സെക്രട്ടറി സ്വപ്ന പാട്രോണിസം ടെലിഫോൺ ലൈനിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടാകും. മാധ്യമപ്രവർത്തകനും കോൺഗ്രസിലെ ഇപ്പോഴത്തെ സംഭവവികാസങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ശ്രീ A സജീവനും ഈ ചർച്ചയുടെ ഭാഗമായി എന്നോടൊപ്പം ന്യൂസ് ഫ്ലോറിലുണ്ട്. ശ്രീ BRM ഷഫീർ, നമുക്ക് ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് തുടങ്ങാം. അതായത് ഏറ്റവും അവസാനമുണ്ടായ സംഭവം ബിജു രമേശിന്റെ മകളും അടൂർ പ്രകാശിന്റെ മകനും തമ്മിലുള്ള വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും, നമുക്ക് പറയാൻ കഴിയുക 2 ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന 2 സമുന്നതരായ കോൺഗ്രസ് നേതാക്കൾ, അതിലൊരാൾ പ്രതിപക്ഷ നേതാവ്, ഇവരുടെ നടപടി ശരിയായില്ല, കഴിഞ്ഞ സർക്കാരിനെ അധിക്ഷേപിക്കുകയും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്ത ഒരു മദ്യ വ്യവസായിയുടെ മകളുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്തത് ഔചിത്യത്തിന് നിരക്കുന്നതായില്ല എന്ന VM സുധീരന്റെ പരസ്യമായ പ്രസ്താവനയെ താങ്കൾ എങ്ങനെ കാണുന്നു? അതിനോട് താങ്കൾക്ക് യോജിപ്പാണോ? അല്ല, ബഹുമാനായ ശ്രീ VM പറഞ്ഞതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവാദത്തിൻ്റെ പ്രശ്നമില്ല. കാരണം അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ഇത് ഒരു പത്രസമ്മേളനത്തിനിടയിൽ പൊതുപ്രവർത്തകർ മാധ്യമ ഭാഗത്ത് നിന്നും ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. ഈ ചടങ്ങുകളിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ പങ്കെടുത്തത് ശരിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ, വിവാഹവും വിവാഹ സൽക്കാരമൊക്കെ എന്നൊക്കെ പറയുന്നത് സ്വകാര്യ ചടങ്ങുകളാണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ ഒരു രീതിയുണ്ട്. ഇത്രമാത്രം UDF ഗവൺമെൻറ്റിനെയും അതിൻ്റെ നേതാക്കന്മാരെയും ഇത്രമാത്രം അവഹേളിക്കുകയും ഈ ഭരണത്തിൻ്റെ തകർച്ചയ്ക്ക് തന്നെ കാരണക്കാരുമായ ആളുകളുടെ കല്യാണങ്ങൾക്കും ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കും പോകുന്നത് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് രായും പകലും കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പ്രവർത്തകന്മാരുടെ ഹൃദയത്തിൽ വലിയ വേദനയുണ്ടാക്കുമെന്ന തിരിച്ചറിവിലൂടെ
അത് അനൗചിത്യമായി പോയി എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ബി.ആർ.എം. ഷെരീഫ്, അത് പറയേണ്ട വേദി ഒരു വാർത്താ സമ്മേളനമാണോ? അത് പറയേണ്ട വേദി ഒരു വാർത്താ സമ്മേളനമാണോ? KPCC അധ്യക്ഷനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്, ഇത്തരത്തിൽ പാർട്ടിയെ ബാധിക്കുന്നതോ ഏതെങ്കിലും തരത്തിൽ ഗ്രൂപ്പുകളെ പരിപോഷിപ്പിക്കുന്നതോ അല്ലെങ്കിൽ പരസ്പരം ചെളിവാരി എറിയുന്നതോ പാർട്ടിയെ തന്നെ അവമതി ഉണ്ടാക്കുന്നതോ ആയ തരത്തിലുള്ള ഒരു പരസ്യ പരാമർശങ്ങളും നേതാക്കൾ നടത്താൻ പാടില്ല എന്ന്. അത് അദ്ദേഹം തന്നെ ലംഘിച്ചില്ലേ? ഇതിൽ പാർട്ടിയുടെ അച്ചടക്കത്തിൻ്റെയോ പാർട്ടിയുടെ പരസ്യ വിമർശനത്തിൻ്റെയോ പ്രശ്നമല്ല. ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. മദ്യരാജാക്കന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടിക്ക് ഒരു വ്യക്തമായ സമീപനമുണ്ട്, അത് പരസ്യമാണ്. പ്രത്യേകിച്ചും KPCC അധ്യക്ഷന് ഈ സമീപനത്തിൽ ബിജു രമേശ് എന്ന് പറയുന്ന മദ്യവ്യവസായിയുമായിട്ടും അദ്ദേഹത്തിൻ്റെ മദ്യലോബിയുമായിട്ടുമുള്ള നിലപാട് കേരളത്തിൽ സ്പഷ്ടമാണ്, അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇത്തരം ചടങ്ങുകളിൽ കോൺഗ്രസ് നേതാക്കന്മാർ, അത് ബഹുമാനായ പ്രതിപക്ഷ നേതാവിനെയോ ബഹുമാനായ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് അനൗചിത്യമല്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന അടൂർ പ്രകാശിന്റെ മകൻ അങ്ങനെയുള്ള ഒരു മദ്യരാജാവിന്റെ മകളെ വിവാഹം കഴിക്കുന്നതും അനൗചിത്യമായി കാണുന്നുണ്ടോ താങ്കളുടെ പാർട്ടി? അല്ല, അതൊക്കെ വ്യക്തിപരമായ ചില വിഷയങ്ങളാണ്. ആരെ വിവാഹം കഴിക്കണം, അതിൽ പങ്കെടുക്കുന്നതിന് ഒരു കാര്യമില്ല. ബി.ആർ.എം. ഷഫീർ, അങ്ങനെയാണെങ്കിൽ ഇത് വ്യക്തിപരമായ കാര്യമല്ലേ? ഒരാളെ വിവാഹ ചടങ്ങിന് ക്ഷണിക്കുന്നു, ആ ക്ഷണം സ്വീകരിച്ച ആളുകൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നു, അതും വ്യക്തിപരമായ കാര്യമല്ല. അതിനെന്തിന് KPCC അധ്യക്ഷൻ പരസ്യമായി ഈ തരത്തിൽ പ്രതികരിക്കണം? ഞാൻ രണ്ട് തരത്തിലുള്ള ഉദാഹരണം പറയാം. ഒന്ന്, കേരളത്തിന്റെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹം തലശ്ശേരിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നടന്നപ്പോൾ ആ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്ന ബഹുമാനായ K. സുധാകരൻ പറഞ്ഞൊരു വാചകമുണ്ട്, എന്നെ ചടങ്ങിൽ ക്ഷണിച്ചു, പക്ഷേ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ ചോരയിൽ ചവിട്ടിക്കൊണ്ട് ആ ചടങ്ങിൽ പോയി ആനന്ദിക്കാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നില്ല. ഇത് പറഞ്ഞു K. സുധാകരൻ. അണികൾ കേട്ടതാണ്, കോൺഗ്രസിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. രണ്ട്, രവി പിള്ള എന്ന് പറയുന്ന കൊല്ലത്തെ ഏറ്റവും വലിയ വ്യവസായി റൈബാൻ ഹോട്ടലിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹ ചടങ്ങ് ബാഹുബലി എന്ന് പറയുന്ന സിനിമയെ വെല്ലുന്ന തരത്തിൽ സാബു സിറിലെ വെച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് കല്യാണ മാമാങ്കം നടത്തിയപ്പോൾ അതിൽ പങ്കെടുക്കാതെ ഞാൻ ഇത്തരത്തിലുള്ള കെട്ട് ചടങ്ങുകൾക്ക് എതിരാണ്, ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞ VM സുധീരൻ്റെ സമീപനവും കേരളം ചർച്ച ചെയ്തതാണ്. ഞാനിപ്പോഴും പറയാം, ബിജു രമേശ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു പൊളിച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മാത്യു കുള്ളാട് അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹം ഇതിനെയൊന്നും യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറയാം, ഈ ഗവൺമെൻറ്റിനെതിരായി ഈ ഗവൺമെൻറ് ഒരു ഭരണ തുടർച്ചയിലേക്ക് പോകുന്നു എന്നൊരു ഘട്ടം വന്നപ്പോൾ കൈരളി TV-യിലെ ഇതുപോലത്തെ 8 മണിക്കുള്ള ന്യൂസ് അവറിൽ വന്നിരുന്നിട്ട് KM മാണിക്ക് ഇത്ര ലക്ഷം രൂപ കോഴ കൊടുത്തു എന്ന് പരസ്യമായി പറഞ്ഞ് ഈ ഗവൺമെൻറ് ആദ്യമായിട്ട് കരിയോലടിച്ചത് ബിജു രമേശ. രണ്ട്, നിങ്ങൾക്കറിയുമോ, KPCC-ക്ക് കൊടുക്കാത്ത ഫണ്ട് ഞാൻ കൊടുത്തു, അത് കോഴയായിരുന്നു എന്ന് ബഹുമാനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കെതിരായി കോഴ ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തെ രാജിവെപ്പിക്കാൻ ശ്രമിച്ചത് ഇതേ ബിജു രമേശ. നിങ്ങൾക്കറിയോ, കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഞങ്ങളുടെ നേതാവ് ശ്രീ VS ശിവകുമാർ അദ്ദേഹത്തിനെതിരായി കോഴ ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തെ താറടിക്കാൻ ശ്രമിച്ചതിന് പുറമെ ഏറ്റവും അവസാനം തമിഴ് വോട്ട് ബാങ്കുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് ഇതേ ബിജു രമേശ. ഇതിനേക്കാളുപരി നിങ്ങൾക്കറിയുമോ, സരിതയുമായി കൂടിക്കൊണ്ട് സരിതയെ വിലക്കെടുത്തുകൊണ്ട് ഈ ഗവൺമെന്റിനെ ആവശ്യത്തിലും അനാവശ്യത്തിലും ബാർഗെയിൻ ചെയ്യുകയും എന്നിട്ട് ബഹുമാനായ കോടിയേരിയെയും ബഹുമാനായ ചില നേതാക്കന്മാരെയും ഉൾപ്പെടുത്തി ശിവൻകുട്ടിയുടെ വീട്ടിൽ പോയി ഈ ഗവൺമെന്റ് അട്ടിമറിക്കാൻ ചർച്ച ചെയ്യുന്ന ടെലിഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നത് ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഞങ്ങൾ കേട്ടതാണ്. ഇതിനേക്കാളുപരി നിങ്ങൾക്കറിയുമോ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ മാത്യു കുഴൽനാടൻ, കോൺഗ്രസ് ഒന്നാകെ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാകണമെന്നും പുതുരക്തം കോൺഗ്രസിൽ ഒഴുകണമെന്നും അങ്ങനെ ഒരു പുതു നേതൃത്വം ഉയർന്നു വന്ന് ഊർജ്ജസ്വലമായി ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ ഉണ്ടാകണമെന്നും ഉള്ള ആശയം ഉയർത്തിപ്പിടിച്ച് നടക്കുന്നയാളാണ് ശ്രീ മാത്യു കുഴൽനാടൻ. ആ നിലയിൽ തന്നെയാണ് താങ്കളെ ഞാൻ ഈ ചർച്ചയുടെ ഭാഗമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ മാത്യു കുഴൽനാടൻ, ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ, അതായത് ബിജു രമേശിന്റെ മകളുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് VM സുധീരൻ നടത്തിയ പരസ്യ പ്രസ്താവനയ്ക്കെതിരെ നടപടി വേണം എന്ന ആവശ്യവുമായി കേരളത്തിലെ AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിനെ സമീപിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിലുള്ള താങ്കളുടെ അഭിപ്രായം? അല്ല, ഇത് ഒരു വിവാദ വിഷയമായി ചർച്ച ചെയ്യുന്നതിലേക്ക് എനിക്ക് വലിയ വിയോജിപ്പുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ റിസർവേഷൻസ് ഉണ്ട്. ഇതുപോലത്തെ കാര്യങ്ങളൊന്നുമല്ല ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടതോ ദുർബലപ്പെടുത്തേണ്ടതോ. ഇത് ഇറ്റ്സ് നോട്ട് വർത്ത് ഫോർ ഡിസ്കഷൻ എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ B.R.M. ഷഫീർ അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ ഒരു മാന്യമായ രീതിയിൽ അതിനോട് പ്രതികരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്നെ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിർബന്ധിക്കരുത് എന്നുള്ള ഇത്തരം കാര്യങ്ങളിൽ ഇത് അസംബന്ധമാണെന്നോ ഇത് അനാവശ്യമാണോ എന്നുള്ളതല്ല, ഇതിൽ താങ്കൾക്ക് ചില റിസർവേഷൻസ് ഉണ്ടെന്ന ഭാഗം ഞാൻ എടുക്കുന്നു. അതായത് മാത്യു കുഴൽനാടൻ ഈ ഗ്രൂപ്പുകൾ തമ്മിൽ ഇടപെടുന്ന ഈ പ്രശ്നത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞ് ഏതെങ്കിലും ഒരു പക്ഷത്ത് പ്രത്യക്ഷമായി നിൽക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്ന എന്ന അർത്ഥത്തിൽ ഞാൻ താങ്കളുടെ ആ നിലപാടിനെ സ്വീകരിക്കുന്നു. ശ്രീ മാത്യു കുഴൽനാടൻ, എന്താണ് സംസ്ഥാന കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന പ്രശ്നം? 50 നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങുകയാണ് കേന്ദ്ര നേതൃത്വം. എന്തായിരിക്കണം അതിൽ അവർ സ്വീകരിക്കേണ്ട നിലപാട്? ഓബീഷൻ, നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രക്രിയ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു നിർണായകമായ ഒരു എക്സസൈസാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷനാണ് നിങ്ങളെപ്പോലെ മുതിർന്ന മാധ്യമപ്രവർത്തകർ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നത്. കാരണം പാർട്ടിക്ക് യഥാർത്ഥത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, കോൺഗ്രസ്സിന്, സംസ്ഥാനത്തെ കോൺഗ്രസ്സിന് ഒരു പുതുജീവൻ അല്ലെങ്കിൽ ഒരു പുനരുജ്ജീവനം ആവശ്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതെങ്ങനെ വേണം എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. ഞങ്ങളത് വളരെ പ്രിസൈസായി കോയിൻ ചെയ്ത് പറഞ്ഞ ഒരാശയം എന്ന് പറയുന്നത് തലമുറ മാറ്റമെന്ന് മലയാളത്തിൽ പറഞ്ഞു. അല്ലാതെ ഞങ്ങൾ പറഞ്ഞ ഒരു വൺ ലൈൻ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ബി യങ് ആൻഡ് ബി വിത്ത് ദ യങ്. അതായത് ചെറുപ്പമായിരിക്കുക, ചെറുപ്പക്കാരോടൊപ്പമായിരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ്സിന് സംസ്ഥാനത്ത് ശക്തിപ്പെടാനുള്ളൊരു മാർഗം. അത് ഞങ്ങൾ ഏതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമിതിയോ, KPCCയിൽ മാറ്റം അല്ലെങ്കിൽ DCCയിൽ മാറ്റം അല്ലെങ്കിൽ DCC പ്രസിഡന്റുമാർ മാറുന്നു, KPC ഭാരവാഹികൾ മാറുന്നു, ഇതുകൊണ്ട് മാത്രം നടക്കുന്നതല്ല. കോൺഗ്രസ് മനസ്സുകൊണ്ട് യുവത്വം കൊണ്ടുവരാൻ തീരുമാനിക്കണം. അതിന് ബൂത്ത് തലം മുതൽ KPCC തലം വരെ ഒരു ബൃഹത്തായ പ്രക്രിയയിലൂടെ യുവരക്തം അല്ലെങ്കിൽ ഒരു പുതുമുഖങ്ങൾ കടന്നു വരണം. അതുകൂടാതെ കോൺഗ്രസിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സെക്യുലറിസം എന്ന് പറയുന്ന മതേതര കാഴ്ചപ്പാട്, അത് കോൺഗ്രസ് മതേതരമായിരുന്നാൽ മാത്രം പോരാ, പൊതുസമൂഹത്തിന് 100% മതേതരമാണ് എന്ന് ബോധ്യം വരുന്ന രീതിയിലുള്ള ശക്തമായ നിലപാടുകൾ ഓരോ വിഷയങ്ങളിലും കൈക്കൊള്ളാൻ കഴിയുന്ന 100% മതേതര മനസ്സും 100% മതേതര പ്രതിച്ഛായമുള്ള നേതാക്കന്മാരെ എല്ലാ തലത്തിലും കൊണ്ടുവന്ന് പാർട്ടി ഏത് സന്നിഗ്ധ ഘട്ടത്തിലും 1% പോലും മതേതര പ്രിൻസിപ്പിൾസിൽ കോംപ്രമൈസ് ചെയ്യാതെ അഴിമതിയോട് സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ച് അഴിമതിയുടെ ഭാണ്ഡങ്ങളുള്ള നേതാക്കന്മാരെ നേതൃനിരയിൽ നിന്നും മാറ്റി നിർത്തി അഴിമതിയില്ലാത്ത വളരെ കറപുരളാത്ത നേതൃത്വങ്ങളെ എല്ലാ നിലയിലേക്കും കൊണ്ടുവന്ന് അങ്ങനെ കോൺഗ്രസിന്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് നടത്തേണ്ടത്. അതിന്റെ മാത്യു കുഴൽനാടൻ പറഞ്ഞ ഈ ശുദ്ധീകരണ പ്രക്രിയയെ കുറിച്ചൊക്കെ ബോധവാന്മാരല്ലാത്ത ഒരു നേതൃത്വമാണോ കോൺഗ്രസിന് കേന്ദ്ര തലത്തിലുള്ളത്? ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ, ഏറ്റവും ഒടുവിൽ VM സുധീരൻ ഈ എടുത്തിരിക്കുന്ന പരസ്യമായ നിലപാട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിന് എത്ര വലിയ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കാൻ പോകുന്നത്? കോൺഗ്രസിലെ ഗ്രൂപ്പ് 2, 3 എന്നുള്ള തരത്തിൽ നിന്ന് 4, 5ലേക്ക് വളരുകയാണോ ഈ പ്രശ്നങ്ങൾ? അല്ല, തീർച്ചയായിട്ടും സുധീരൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം അത് മാത്യു കുഴൽനാടനും ഷഫീറും ഒക്കെ അഭിപ്രായം പറയാതെ പോകുന്നൊരു നിലപാട് നമുക്ക് മനസ്സിലാക്കാം. കാരണം കോൺഗ്രസ്സുകാരൊരു വിവാദ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ വ്യക്തിപരമായി പറഞ്ഞാൽ അത് തെറ്റായിരുന്നു. സുധീരൻ്റെ നിലപാട് തെറ്റാണ്. കാരണം ഇതൊരു വിവാഹമാണ്, വിവാഹ നിശ്ചയമാണ്. വിവാഹ നിശ്ചയത്തിന് നമ്മളെ ക്ഷണിച്ചാൽ പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യാം. ഇപ്പം ഞാൻ പോകണോ പോകണ്ടേ എന്നുള്ള കാര്യം എനിക്ക് തീരുമാനിക്കാം. ഗോപികൃഷ്ണൻ പോകണോ പോകണ്ടേ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കരുത്. അത് ഗോപികൃഷ്ണൻ്റെ ഇഷ്ടമാണ്. ഗോപികൃഷ്ണന് പോകാം, പോവാതിരിക്കാം. പാർട്ടിയുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ടല്ല. കല്യാണത്തിന് വിളിക്കുക എന്ന് പറയുന്നതും വിവാഹ നിശ്ചയത്തിന് വിളിക്കുക എന്ന് പറയുന്നതും അതൊരാൾ വിളിക്കുന്നു, അയാൾ നമ്മളോടുള്ള അടുപ്പം കൊണ്ട് വിളിക്കുന്നു. ഇപ്പോൾ എന്നെ വിളിച്ചിട്ടില്ല, അടൂർ പ്രകാശും വിളിച്ചിട്ടില്ല, മറ്റാളും വിളിച്ചില്ല. അതുകൊണ്ട് ഞാൻ അതിന് ഗർവിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാനുമായിട്ട് അടുപ്പമില്ലാത്തതുകൊണ്ടാണ് വിളിക്കാത്തത്. ബിജു രമേശ് എന്നെ വിളിച്ചതിന് ഞാൻ പോകുന്നുള്ള വേറെ കാര്യം. ആ നിലപാട് വ്യക്തിപരമാണ്. ആ വ്യക്തിപരമായ നിലപാടിൽ ഇപ്പോഴത്തെ തീരുമാനം എടുക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു പാർട്ടി പ്രസിഡന്റ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. അല്ല, വിമർശിച്ചത് ശരിയോ തെറ്റോ എന്നത് അവിടെ നിൽക്കട്ടെ. പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ തരത്തിൽ വിമർശിച്ചതിന് പിന്നിൽ VM സുധീരൻ്റെ എന്ത് രാഷ്ട്രീയ ബുദ്ധിയായിരിക്കും പ്രവർത്തിച്ചിരിക്കുക? തീർച്ചയായിട്ടും അതിലൊരു ഗ്രൂപ്പ് കാണാവുന്നതാണ്. അത് അദ്ദേഹം ഗ്രൂപ്പ് കളിച്ചതാണെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും അദ്ദേഹം ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഗ്രൂപ്പ് പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അത് ഒരു KPCC യോഗത്തിന് ശേഷമാണ് ഇവർ ഈ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നത്. അദ്ദേഹത്തിനും അറിയാമായിരുന്നു ഇവർ അങ്ങോട്ടാണ് പോകുന്നതെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ വേറെ അതുമല്ല, മറ്റൊരു കാര്യം, ഇത് ബിജു രമേശിന്റെ മകളുടെ കല്യാണമല്ല,
കല്യാണ നിശ്ചയമല്ല. അടൂർ പ്രകാശിന്റെ ഇത് അടൂർ പ്രകാശിന്റെ മകന്റെ വിവാഹ നിശ്ചയമാണല്ലോ. ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകൻ്റെ വിവാഹ നിശ്ചയത്തിന് ഒരു കോൺഗ്രസ് നേതാവ് എന്ന് പറഞ്ഞാൽ ഇക്കഴിഞ്ഞ ദിവസം വരെ മന്ത്രിയായിരുന്ന ഒരാളുടെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹ നിശ്ചയത്തിന് പോകാൻ പാടില്ല എന്ന് KPCCക്ക് ഒരിക്കൽ പോലും വിലക്കാൻ പറ്റില്ല. KPCC പ്രസിഡന്റിന് തീരെ വിലക്കാൻ പറ്റില്ല. പിന്നൊരു കാര്യം, എനിക്ക് വിയോജിപ്പുള്ളൊരു കാര്യം, അല്ലെങ്കിൽ പൊതുവെ പറയാവുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ എടുക്കേണ്ട നിലപാട്, വിവാഹങ്ങളും വിവാഹ നിശ്ചയങ്ങളും ഒക്കെ വിവാഹ മാമാങ്കങ്ങളാവാൻ പാടുണ്ടോ? ഇതൊരു വലിയ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം മൊത്തമായിട്ടൊരു മാമാങ്കമായിരുന്നു. അവിടെ കോൺഗ്രസ്സുകാർ മാത്രമല്ല, CPM-കാരുണ്ട്, എല്ലാ പാർട്ടിക്കാരുണ്ട്, എല്ലാ മാധ്യമപ്രവർത്തകരുൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട്. അവരൊക്കെ പോയത് ഇങ്ങനെയുള്ള ഇത്തരം സംഭവങ്ങൾ വേണം. ഇപ്പോൾ MSS ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അവർ ആർഭാട വിവാഹത്തിനെതിരായിരുന്നു. ആർഭാട വിവാഹത്തിന് പങ്കെടുക്കില്ല, ഇനി വിളിച്ചാൽ പോലും പങ്കെടുക്കില്ല തീരുമാനമെടുത്തു. അതിനെതിരെ സജീവമായിട്ടുള്ള പ്രചരണം നടത്തുക മാത്രമല്ല, ഈ അങ്ങനെയുള്ള വിവാഹങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ പോവില്ല, അതെടുക്കാം. കോൺഗ്രസിനോ KPCCക്കോ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ആർഭാട വിവാഹങ്ങൾ പാടില്ല, ഒരു കോൺഗ്രസ് നേതാവും ഇത്തരത്തിൽ ആർഭാട വിവാഹങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന നിലപാടെടുക്കുകയും അതിനെ ലംഘിച്ചുകൊണ്ട് അടൂർ പ്രകാശ് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ വിലക്കുകയോ അല്ലെങ്കിൽ താക്കീത് നൽകുകയോ ചെയ്യാം. ഇതങ്ങനെ നിലപാടെടുക്കാത്ത പാർട്ടിയിൽ ഒരാൾ വിവാഹ നിശ്ചയത്തിനോ വിവാഹത്തിനോ പോയാൽ എങ്ങനെയാണ്, ഏതർത്ഥത്തിലാണ് അത് KPCC പ്രസിഡന്റിന് വിലക്കാൻ പറ്റുക? ഒരു മിനിറ്റ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. AICC സെക്രട്ടറി ശ്രീമതി സ്വപ്ന പാട്രോണിസ് ടെലിഫോൺ ലൈനുണ്ട്. മാഡം, താങ്കൾക്ക് കേൾക്കാമോ? ശ്രീമതി സ്വപ്ന, താങ്കൾക്ക് എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം, പറയൂ. എന്താണ് കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോഴുള്ള പ്രശ്നം മാഡം? കോൺഗ്രസിലെ പ്രശ്നം ഇപ്പോൾ നമ്മൾ ഇലക്ഷനിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ആ ഒരു അവസ്ഥയെ ഹൈക്കമാൻഡ് വളരെ സീരിയസ്ലി ആണ് നോക്കിക്കാണുന്നത്. പക്ഷെ ഇങ്ങനത്തെ വിവാദങ്ങൾ എനിക്ക് തോന്നുന്നില്ല ഇതൊരു ശരിക്കും അത് ചർച്ചയ്ക്ക് പറ്റിയൊരു വിഷയം തന്നെയാണെന്ന്. അതിനേക്കാളും അപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഹൈക്കമാൻഡ് വളരെ സീരിയസ്ലി അതിനുള്ള നടപടികളെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് തന്നെ പറഞ്ഞതുപോലെ ശരിയാണ്, ഇതൊരു വിവാദ വിഷയമോ ചർച്ചയ്ക്കുള്ള വിഷയമോ ആകുമായിരുന്നില്ല. ഈ തരത്തിലുള്ള പരസ്യ പരാമർശങ്ങളും പരസ്യമായി വിവാദമുണ്ടാക്കാൻ പാകത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നതിൽ നിന്നും മറ്റുള്ളവരെ KPCC അധ്യക്ഷൻ വിലക്കിയില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ വിലക്കുകയും അദ്ദേഹം ആ കൃത്യം സ്വയം നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് വിവാദമാകുന്നതും ചർച്ചയ്ക്കുള്ള വിഷയമാകുന്നതും. അല്ല, ഒരു നിലപാടെന്ന് പറഞ്ഞാൽ KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ KPCCയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു വിലക്ക് എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്ക് ബാധകമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു വിവാഹത്തിന് പോകണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർഭാടപരമായ വിവാഹങ്ങൾ നടക്കാതിരിക്കണമെങ്കിൽ അത് KPCC തലത്തിൽ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടത് വളരെ ഇതൊരു ആർഭാടപൂർണമായ വിവാഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിലുള്ള പ്രശ്നമല്ലല്ലോ മാഡം. ഇത് ബിജു രമേശ് എന്ന കഴിഞ്ഞ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ, കഴിഞ്ഞ സർക്കാരിനെ തലവേദന സൃഷ്ടിച്ച ഒരു മദ്യ ഉടമയുടെ മകളുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ കഴിഞ്ഞ സർക്കാരിന് നേതൃത്വം കൊടുത്ത അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും ആ ചടങ്ങിൽ പങ്കെടുത്തത് ഔചിത്യപൂർവ്വമായിരുന്നില്ല എന്നാണ് VM സുധീരൻ പറഞ്ഞത്. ആ അഭിപ്രായത്തോട് മാഡത്തിന് യോജിപ്പുണ്ടോ? അതെ, എനിക്ക് പേഴ്സണലി ഇതിലൊരു അഭിപ്രായം പറയാൻ സാധിക്കില്ല. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, അത് അവർ തന്നെ ചിന്തിക്കേണ്ടതാണ്, പോകണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. അപ്പൊ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. ഇപ്പൊ ശ്രീ ഉമ്മൻചാണ്ടി ആയാലും ശ്രീ രമേശ് ചെന്നിത്തല ആയാലും അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, അവരുടെ ഇൻട്രസ്റ്റ് പ്രകാരം മാഡം അവർ രണ്ടുപേരും വ്യക്തിപരമായ താല്പര്യത്തിന് പുറത്ത് പോയതായിരിക്കാം. പക്ഷെ ഈ പറഞ്ഞത്, അതായത് VM സുധീരൻ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമല്ല, അദ്ദേഹം പറഞ്ഞത് ഇതാണ് പാർട്ടിയുടെ അഭിപ്രായം എന്നാണ്. അല്ല, ഞാൻ ഇപ്പോൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് താങ്കൾ എന്നെ വിളിച്ചതും ഹൈക്കമാൻഡിന്റെ ഒരു നിലപാട്. അപ്പൊ ഹൈക്കമാൻഡ് ഈ ഒരു വിഷയത്തിൽ ഒരു നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല. കാരണം ഇതൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയല്ല എന്നാണ് എനിക്ക് തോന്നുന്നതും ഹൈക്കമാൻഡും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ ഹൈക്കമാൻഡ് ഇപ്പോൾ കാണുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് മാഡം? കേരളത്തിലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ കാണുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് പരിഹരിക്കേണ്ടത്? കേരളത്തിലെ കോൺഗ്രസിൽ ഉള്ള ഒരു വിഷയം, അതായത് വിവാഹത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു വിഷയം, അത് പോട്ടെ മാഡം. കേരളത്തിലെ കോൺഗ്രസിൽ ഹൈക്കമാൻഡ് ഇപ്പോൾ കാണുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തില് ഇപ്പോൾ കാണുന്ന കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ പരാജയപ്പെട്ടു. അത് തന്നെ അതിന്റെ കാരണങ്ങൾ തെരയുവാൻ വേണ്ടിയാണ് ഈ 50 പേര് ചർച്ചയ്ക്ക് വേണ്ടി കോൺഗ്രസ് വിളിച്ചിരിക്കുന്നത്, ഹൈക്കമാൻഡ് വിളിച്ചിരിക്കുന്നത്.
അപ്പൊ ആ ഒരു ചർച്ചയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചർച്ചയ്ക്കുള്ളിൽ വരും. ആ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒരു നിലപാടെടുക്കാൻ സാധിക്കില്ല. ആ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, എവിടെയാണ് പുനഃസംഘടന വരുന്നത്, ബൂത്ത് തല, ബ്ലോക്ക് തലങ്ങൾ മുതൽ KPCC തലങ്ങൾ വരെ വ്യത്യാസങ്ങൾ വരണമോ എന്നുള്ള എന്തൊക്കെയൊക്കെ ചർച്ചയ്ക്ക് ശേഷം വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ചാനൽ ഡിസ്കഷനിൽ പറയേണ്ട കാര്യങ്ങളല്ല ഇതൊക്കെ. റൈറ്റ്. ശ്രീമതി സ്വപ്ന പാട്രോണീസ്, ഈ ഘട്ടങ്ങളിൽ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ ശരിയായ രീതിയിലുള്ള ഇടപെടൽ നേതൃത്വം നടത്തുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ലേ? ഉദാഹരണത്തിന് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് മേൽനോട്ട ചുമതല വഹിക്കാൻ വേണ്ടി കമൽനാഥിനെ ചുമതലപ്പെടുത്തുന്നു. സിഖ് വിരുദ്ധ കലാപത്തിന് ആസൂത്രണം നൽകിയ ആളുകളിൽ ഒരാൾ, ബുദ്ധികേന്ദ്രങ്ങളിൽ ഒരാൾ എന്ന് പരക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ പഞ്ചാബിലെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകാൻ വേണ്ടി ചുമതലക്കാരനായി അയക്കാൻ നേതൃത്വം തീരുമാനിക്കുന്നു. കർണാടകത്തിൽ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് സിദ്ധരാമയ്യയുടെ മന്ത്രിസഭയിൽ മുതിർന്ന ടെയിൻറ്റഡ് ആയിട്ടുള്ള രണ്ട് കോൺഗ്രസ് അംഗങ്ങളെ ഉൾപ്പെടുത്തരുതെന്ന്. പിന്നീട് മന്ത്രിസഭ പുനഃസംഘടന നടത്തുകയും അവരതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. കേരളവും കേന്ദ്ര നേതൃത്വത്തിന് വലിയ പാഠമാണ് നൽകിയത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിലൂടെ. അങ്ങനെ ഇന്ത്യയിൽ ഒട്ടാകെ വ്യാപിച്ചു കിടന്നിരുന്ന ഒരു പാർട്ടി അങ്ങനെ വിരലിലെണ്ണാവുന്ന 1-2 സംസ്ഥാനങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ദുർഗതി നേരിടുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് നേതൃത്വം പെരുമാറേണ്ടത്? എന്തുകൊണ്ടാണ് അത് ഉണ്ടാകാത്തത്? അല്ല, നേതൃത്വം കേരളത്തിന്റെ വിഷയത്തിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഹൈക്കമാൻഡ് ഈ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് തന്നെ. 50 പേരെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് തന്നെ വളരെ സീരിയസ് ആയിട്ട് കേരളത്തിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അതിലൊരു തീരുമാനം എടുക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഹൈക്കമാൻഡിന്റെ ഒരു നിലപാട് ഈ ഒരു അവസരത്തിൽ നമ്മൾ ഡൗട്ട് ചെയ്യേണ്ട യാതൊരു കാരണവുമില്ല. ഹൈക്കമാൻഡ് വളരെ സീരിയസ്ലി ആയിട്ട് തന്നെയാണ് കേരളത്തിൽ പരാജയം കണ്ടിരിക്കുന്നതും. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എങ്ങനെയാണെന്നും കൂടി ചർച്ച ചെയ്ത് ഒരു വ്യക്തമായ ഒരു നിലപാട് എടുക്കാൻ വേണ്ടി തന്നെ ഹൈക്കമാൻഡ് സീരിയസ്ലി ഈ ഒരു കേരളത്തിന്റെ വിഷയങ്ങൾ നോക്കിക്കാണുന്നു എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ശ്രീമതി സ്വപ്ന പാട്രോണിസ്, ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണം. ശ്രീ മാത്യു കുഴൽനാടൻ, തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായ ശേഷം ആദ്യം തന്നെ VM സുധീരൻ ഡൽഹിയിൽ പോവുകയും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പിന്നീട് ഗ്രൂപ്പുകളെ പ്രതിനിധീകരിച്ച് മറ്റു പല നേതാക്കൾ, ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ളവർ ചെന്ന് അവരുടെ അഭിപ്രായങ്ങൾ കൂടി പറയുകയുണ്ടായി. രാഹുൽ ഗാന്ധിയെ കണ്ട ശേഷം VM സുധീരൻ മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞത് താഴെ തട്ടിൽ മുതൽ അങ്ങ് KPCC തലം വരെ എല്ലായിടത്തും ഗ്രൂപ്പ് ഭേദമന്യേ, ഗ്രൂപ്പ് പക്ഷപാതിത്വങ്ങളില്ലാതെ ഒരു പുനഃസംഘടനയ്ക്കുള്ള അനുമതി കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇരു ഗ്രൂപ്പുകളും എടുത്ത നിലപാടുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകാൻ കാരണമെന്ന് രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചതായാണ് അറിയുന്നത്. ആ തരത്തിലുള്ള ഒരു അഴിച്ചുപണി മതിയോ? അതല്ല, സുധീരൻ പറഞ്ഞതിനെയും പൂർണ്ണമായി മുഖവിലേക്ക് എടുക്കേണ്ടതില്ല, കേരളത്തിലെ പൊതു അഭിപ്രായം കോൺഗ്രസുകാർക്കിടയിൽ എന്താണെന്ന് അറിയട്ടെ, എന്നിട്ടാകാം പരിഹാരക്രിയ എന്നതുകൊണ്ടായിരിക്കുമോ ഈ 50 പേരെയും ഡൽഹിയിലേക്ക് വിളിപ്പിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്? ഗോപീഷൻ പറഞ്ഞതുപോലെ KPCC അധ്യക്ഷൻ ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധിയെ കണ്ടു. അതിനുശേഷം കേരളത്തിലെ നിരവധി നേതാക്കന്മാർ, മുൻനിര നേതാക്കന്മാർ, പ്രമുഖരായ നേതാക്കന്മാർ ഒരുപാട് പേർ കണ്ടു. ഞാനടക്കമുള്ളവർ രാഹുൽ ഗാന്ധി അതിനുശേഷം കണ്ട് ഞങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ പേരുകൾക്കപ്പുറം ഒരുപാട് നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കേരളത്തിലെ കോൺഗ്രസിനെ റിജുവിനേറ്റ് ചെയ്യാൻ വേണ്ട ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സ് എങ്ങനെ ഡിവൈസ് ചെയ്യണമെന്ന് ഫർദർ ഡിസ്കഷൻസ് ആർ റിക്വയർഡ് എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു റെസ്പോൺസ് തന്നെ അതായിരുന്നു. ഇതൊരു സന്നിഗ്ധ ഘട്ടമാണ്, ഒരു നിർണായക തീരുമാനം എടുത്ത് നമ്മളൊരു പ്രക്രിയയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ അഭിപ്രായങ്ങൾ ആരായുന്നത് ഒരു കാരണവശാലും തെറ്റല്ല. അതുകൊണ്ടാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 50 നേതാക്കന്മാരെ കൂടി, ഒരുപക്ഷെ 50 തന്നെ ആയിക്കൊള്ളുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, 50-ലേറെ നേതാക്കന്മാരെ വിളിച്ച് ചർച്ച ചെയ്തെന്ന് വരാം. ഞങ്ങൾ യുവാക്കളുടെ ഭാഗത്തുനിന്ന് യുവാക്കളുടെ അഭിപ്രായം പ്രത്യേകമായി കേൾക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തു വന്നാലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു പ്രക്രിയയ്ക്ക് രൂപം കൊടുക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടി വിശാലമായ ചർച്ചകളും അല്ലെങ്കിൽ ആശയങ്ങളും
ചോദിക്കണം, അറിയണം, ആശയവിനിമയം ഉണ്ടാകണം എന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത്. ഇപ്പോഴും കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എന്താണ് എന്ന കാര്യത്തിൽ ബഹുമാനായ ശ്രീ കോൺഗ്രസ് ഉപാധ്യക്ഷൻ ആ തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും വിശാലമായ കൂടിക്കാഴ്ചകളും ആശയവിനിമയത്തിനും ശേഷമാണ് ആ പ്രക്രിയ എന്താണ്, ഏത് നിലയിലാണ്, ഏത് അറ്റം മുതൽ ഏതറ്റം വരെയാണ്, എത്രമാത്രം ആഴത്തിലുള്ളതായിരിക്കും എന്ന കാര്യങ്ങൾക്ക് ബോധ്യമുണ്ടാവുക. ഇതുവരെ ആ പ്രക്രിയയെ സംബന്ധിച്ച് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് എൻ്റെ പരിമിതമായ സജീവൻ. വലിയ തെരഞ്ഞെടുപ്പ് തോൽവി ഏറ്റ ശേഷം അതിന്റെ കാരണങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന തലത്തിൽ ചേർന്ന ക്യാമ്പ് നിർവാഹക സമിതി എക്സിക്യൂട്ടീവിൽ പല മുതിർന്ന നേതാക്കളും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് വരെ വിമർശനം ഉന്നയിച്ചു. രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക് കോൺഗ്രസിനെ തിരുത്താനോ നേർവഴിക്ക് നയിക്കാനോ അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു കർമ്മ പദ്ധതി രൂപീകരിക്കാനോ കഴിയില്ല എന്നുള്ള വിമർശനമുണ്ടായി. രാഹുൽ ഗാന്ധി സ്വമേധയാ തന്നെ സ്വയം നവീകരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള യാത്രകളും മാറി നിൽക്കലുകളും നടത്തുന്നുണ്ട്. എന്താണ് കോൺഗ്രസിന് വേണ്ട ഒരു പരിഹാരം? അത് കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള ഒരു നേതാവായി രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ കാലങ്ങളിൽ മാറിയിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് മാറാവുന്നതാണ്. അദ്ദേഹം അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പോൾ മാത്യു കുഴൽനാടനൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹം പല ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തുന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ ഒരൊറ്റ കാര്യമുള്ളത്, യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളും നടപ്പാക്കേണ്ട കാര്യങ്ങളും പല കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പോൾ നമുക്ക് സ്വപ്ന പാട്രോണിസ് ഇവിടെ പറഞ്ഞുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ സുധീരൻ പറഞ്ഞ കാര്യങ്ങൾ, അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. സുധീരൻ പറഞ്ഞ അവസരത്തോടും പറഞ്ഞ രീതിയോടും എനിക്ക് പരിപൂർണമായിട്ടുള്ള വിയോജിപ്പുണ്ട്, ഞാൻ പറയുന്നു. പക്ഷേ സുധീരൻ പറഞ്ഞ വിഷയമുണ്ട്. കോൺഗ്രസിനെ പോലുള്ളൊരു രാഷ്ട്രീയ പാർട്ടി ഈ ആഡംബരത്തിൻ്റെ രീതിയിലേക്ക് പോവുക. ഇപ്പം മദ്യമാഫിയയുടെ ആളുകളായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ വരുന്നുണ്ട്. പല കോൺഗ്രസ് നേതാക്കന്മാർക്കും ബാറുണ്ടായിരുന്നു. അത് അറിയാം, ഗോപീഷ്ണു അറിയാം, എനിക്കും അറിയാം. അങ്ങനെയുള്ള ആളുകളുണ്ട്. പല ആളുകളും മറ്റു പല ഭൂമാഫിയയുടെ ആളുകളാണ്. ഇങ്ങനെ ഉണ്ടാവുക. അവർ മദ്യ കച്ചവടക്കാരുമായിട്ട് വിവാഹബന്ധത്തിലോ മക്കളുടെ അതൊക്കെ ഏർപ്പെടുക, ആർഭാട വിവാഹങ്ങൾ, ഇതൊക്കെ സത്യത്തിൽ ഒരു പാർട്ടി കൃത്യമായിട്ട് ഓരോ സംഘടനകളും കോൺഗ്രസ് പോയിട്ടില്ലേ പോലെ മറ്റ് പല സംഘടനകളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും മതസംഘടനകൾ വരെ ഈ രംഗത്തേക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രധാനമായി ചിന്തിക്കേണ്ട വിഷയമാണ്. അതല്ലാതെ കുറേ ആളുകൾക്ക് കസേരകൾ ഒപ്പിച്ച് അവരുടെ വലിപ്പത്തിനനുസരിച്ച് കസേരകൾ കൊടുക്കലല്ല, അല്ല ഓരോ ഗ്രൂപ്പിൽ നിന്നും ആളുകൾ എടുക്കലല്ല. അത് മാറിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധി പോവുകയാണെങ്കിൽ മാത്യു കുഴൽനാടനും ഷഫീർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ചെയ്യേണ്ടത് ഇതാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഈ പാർട്ടിയെ എങ്ങനെ പുനരുജ്ജീവനം എന്ന് പറഞ്ഞാൽ പുതിയ ആളുകൾ കൊണ്ടുവരിക എന്നുള്ളതല്ല. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഷഫീർ ആണെങ്കിലും ഈ രണ്ടുപേരും പേര് ഞാൻ പറഞ്ഞത് രണ്ടുപേരും നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ടാണ്. മാത്യു കുഴൽനാടനും ഷഫീറിനെ പോലുള്ള ആളുകളൊക്കെ അവർ കറ കളഞ്ഞ ആളുകളാണെന്നുള്ളത് എനിക്ക് സംശയമില്ല. അതേപോലെ ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ പാർട്ടിയിൽ കൊണ്ടുവന്നിട്ട് അവർ മദ്യമാഫിയയുടെ ആളുകളാവരുത്, ഈ ഭൂമാഫിയയുടെ ആളുകളാവരുത്, അവർ വേറെയുള്ള മറ്റു വഴിക്ക് മറ്റു പല ആരോപണങ്ങളുണ്ടല്ലോ. ആ ആരോപണങ്ങളിലൊക്കെ തീർത്തും അതിലൊന്നും ഉൾപ്പെടാത്ത ആളുകൾ ഈ പാർട്ടിയുടെ ഇതിലേക്ക് കൊണ്ട് അതോടൊപ്പം പാർട്ടിയുടെ നയത്തിൽ ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ എ സജീവൻ, ഈ പറഞ്ഞതൊക്കെ യഥാർത്ഥത്തിൽ ആദർശാധിഷ്ഠിതമായ ഒരു സദ്ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് പാർട്ടിയിൽ നടത്തുന്ന ശുദ്ധീകരണ ക്രിയയുടെ ഭാഗമായിട്ടാണോ താങ്കൾ ഈ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്? അതല്ല, കേരളത്തിലെ സങ്കീർണമായ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനിടയിൽ അവരവരുടെ പൊസിഷൻ സേഫാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകുന്നു. UDFിൻ്റെ ചെയർമാൻ സ്ഥാനം ഉമ്മൻചാണ്ടിക്ക് കിട്ടുമെന്നും കിട്ടില്ല എന്നും പറയുന്നതും അവസാനം അത് അദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. VM സുധീരൻ വേറൊരു തലത്തിൽ നിന്നുകൊണ്ട് ഇവിടെ ഈ ഇരു പാർട്ടികൾക്കും ഈ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് സകല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറയുന്നു. ഇവിടെ അതിജീവനത്തിനു വേണ്ടി ഉയർന്നു നിൽക്കാൻ വേണ്ടി പദവികൾക്ക് വേണ്ടി നടത്തുന്ന ചില അഡ്ജസ്റ്റ്മെന്റ് വിമർശനങ്ങളും ചില നീക്കുപോക്കുകളും അല്ലേ കേരളത്തിൽ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഒരു സംശയമില്ല. അതുണ്ട്. ഇപ്പം നമുക്കറിയാം ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് UDF ചെയർമാൻ സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞു. നമ്മൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം എന്തുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കിട്ടില്ല എന്നുള്ള കാര്യം അത് ഉമ്മൻചാണ്ടിക്കും അറിയാം, സകല ആളുകൾക്ക് അറിയാം. കാരണം ഗ്രൂപ്പ് തലത്തിൽ MLA കൂടുതലുള്ള ഐ ഗ്രൂപ്പിനാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ പോവുള്ളൂ. അദ്ദേഹം അവകാശവാദം ഉന്നയിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് ഐ ഗ്രൂപ്പുകാരൊക്കെ പറഞ്ഞു. ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ പറയും. പക്ഷേ അവകാശവാദം ഉന്നയിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അതിന് വെല്ലുവിളിക്കുമായിരുന്നു, അതിനെ നിഷേധിക്കുമായിരുന്നു. അത് കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞു.
പക്ഷേ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കില്ല. അപ്പോഴാണ് ഈ പഴയ ഇക്വേഷൻ പിന്നെ പാർലമെൻ്ററി പാർട്ടി സ്ഥാനമാണ് കൊടുക്കുന്നതെങ്കിൽ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനം, പാർട്ടിയുടെ നേതൃത്വം എക്ക് പാർലമെൻ്ററി സ്ഥാനമാണെങ്കിൽ ഇപ്പുറത്ത് പാർട്ടി സ്ഥാനം എന്നുള്ള രീതിയിലുള്ള ഒരു വീതം വെപ്പുണ്ടായിരുന്നു. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഉമ്മൻചാണ്ടി പിന്നീട് നടത്തിയത്. താങ്കൾ പറഞ്ഞതുപോലെ ഇതൊക്കെ സുധീരൻ സ്വാഭാവികമായിട്ടും സ്വന്തം പൊസിഷൻ ശക്തമാക്കാൻ ശ്രമിച്ചു. മറ്റു രണ്ട് ഗ്രൂപ്പുകളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം ഈ പരസ്യമായി പറഞ്ഞാൽ അത് ഗ്രൂപ്പ് താല്പര്യം തന്നെ. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് സത്യസന്ധമായിട്ട് പാർട്ടി ഫോറത്തിൽ ഉന്നയിച്ചിട്ട് അങ്ങനെ പാർട്ടിയെ പൂർണ്ണമായിട്ടും നവീകരിക്കേണ്ടതാണ്. അതിന് പകരം അദ്ദേഹം പറഞ്ഞ രീതിയും പറഞ്ഞ സ്ഥലവും പറഞ്ഞ ആളുകൾ, ഇപ്പോൾ പെട്ടെന്ന് നമുക്കറിയാം രണ്ട് ഗ്രൂപ്പ് നേതാക്കന്മാർ, ഏറ്റവും സമുന്നതരായിട്ടുള്ള രണ്ട് ഗ്രൂപ്പ് നേതാക്കന്മാരെ പരസ്യമായിട്ട് അദ്ദേഹം അവഹേളിച്ചു എന്ന് തോന്നുന്നു. അവർക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ട്. ശ്രീ BRM ഷെഫീർ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ സംബന്ധിച്ചും VM സുധീരൻ ഇങ്ങനെ ആദർശാധിഷ്ഠിതമായ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ നിസ്സഹായനായി മടങ്ങിപ്പോരേണ്ട സാഹചര്യമാണ് നമ്മൾ കണ്ടത്. കാരണം ഉമ്മൻചാണ്ടി അന്നെടുത്ത നിലപാടിന് വഴങ്ങിക്കൊടുക്കേണ്ട സാഹചര്യം കേന്ദ്ര നേതൃത്വത്തിനുണ്ടായി. ഇപ്പോഴും ഗ്രൂപ്പുകൾ ഇല്ലാതാക്കാനായിരിക്കും തന്റെ പരിശ്രമം എന്ന് നിരന്തരം ആവർത്തിക്കുമ്പോൾ തന്നെ രണ്ട് ഗ്രൂപ്പുകളും യഥേഷ്ടം തഴച്ചു വളരുകയും സുധീരൻ ഒരു മൂന്നാം ഗ്രൂപ്പായി നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം കോൺഗ്രസിനകത്തുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിനകത്തെ ശുദ്ധീകരണം എന്ന് പറയുന്നത് അത്ര എളുപ്പമാകാൻ സാധ്യതയില്ല എന്നാണ് ഓരോ ദിവസത്തെയും സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതിന് അനുസൃതമായ തരത്തിൽ പെരുമാറുക കൂടിയാണ് KPCC അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം ചെയ്തത്. അദ്ദേഹത്തിനെതിരെ AI വിഭാഗങ്ങൾ ഒന്നിച്ച് കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുമ്പോൾ മറുപടി പറയേണ്ടി വരില്ലേ? ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ബഹുമാനായ ശ്രീ VM സുധീരൻ സാറിനെ കേരളത്തിലെ KPCC പ്രസിഡൻ്റാക്കിയത് ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ലേബലിലല്ല. ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെയോ ഏതെങ്കിലും സാമുദായിക താല്പര്യത്തിൻ്റെയോ ഏതെങ്കിലും വൻകിട ലോബിയുടെ സമ്മർദ്ദത്തിൻ്റെയോ നിരീക്ഷണത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല അദ്ദേഹം KPCCയുടെ അധ്യക്ഷനായി വന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ആഗ്രഹിക്കുകയും വാർത്താ മാധ്യമങ്ങൾ സജീവൻ സാർ ഉൾപ്പെടെയുള്ളവർ നിരവധി ചർച്ചകളിലൂടെ ഇതൊരാവശ്യമായി തന്നെ ഉന്നയിച്ച് ഞാൻ ഓർക്കുകയാണ്. കൈരളിലൊക്കെ VM സുധീരൻ വരണം എന്ന് സജീവൻ സാർ പറഞ്ഞതൊക്കെ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുക. അപ്പം നിരവധി മാത്യു കുഴൽനാടനെ പോലുള്ള റിവൈവ് ചെയ്യപ്പെടേണ്ട നിരവധി നേതാക്കന്മാരുടെ കൂടി സമ്മർദ്ദങ്ങളുടെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് ആദർശാധിഷ്ഠിതമായ നിലപാടുകൾ കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ളത്, പുതിയ നേതൃത്വത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ പറയാം ഗോപി, ഇവിടെ മാത്യു ഇരിപ്പുണ്ട്. ഞങ്ങളുടെ 3 നേതാക്കന്മാർ അതൊരു യാഥാർത്ഥ്യമാണ്. ആ 3 നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ മാറ്റി നിർത്തി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി അടർത്തി മാറ്റി ചിന്തിക്കേണ്ട കാര്യം ഇവിടെ ഇല്ല. ഇവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ നേതാക്കന്മാർ തമ്മിൽ ഒരു ഫോൺ കോൾ വിളിച്ചാൽ തീരാവുന്നതിനപ്പുറം എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നും ഞങ്ങൾ കാണുന്നില്ല. സജീവ് സാർ പറയട്ടെ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ AI ഗ്രൂപ്പുകളുടെയോ മറ്റേതെങ്കിലും ഗ്രൂപ്പിസത്തിൻ്റെയോ പ്രശ്നങ്ങൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ ചർച്ച ചെയ്തത് സംഘടനാപരമായ ദൗർബല്യങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതിപ്പോഴും ആ നിലപാട് ശരി തന്നെയാണ്. 2, ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലും അന്നത്തെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ കടന്നാക്രമണയുടെ കാര്യത്തിലും വ്യക്തമായ നിലപാട് ശ്രീ VM എടുത്തു. ആ നിലപാടിന് ഇന്നും പ്രസക്തി ഉണ്ട് എന്ന് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കാണിക്കുകയാണ്. മധ്യരാജാക്കന്മാരുമായി കൂട്ടുകൂടുന്ന രാഷ്ട്രീയക്കാരുടെ നിലപാടിനെ സംബന്ധിച്ച് VMൻ്റെ നിലപാട് വളരെ കണിശമാണ്, കൃത്യമാണ്. ആ നിലപാടിന് ഇന്നും കേരളത്തിൽ പ്രസക്തിയുണ്ട്. 3, അഴിമതിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല എന്ന് പറയുന്ന രാഷ്ട്രീയം ഏതെങ്കിലും ഒരു അധികാര സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടിയോ KPCC പ്രസിഡന്റ് സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ടോ VM എടുത്ത നിലപാടല്ല. അദ്ദേഹം KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോഴേ ഇത്തരം ജീർണതകൾക്കെതിരായി ശക്തമായ നിലപാടെടുത്തിട്ടുള്ള നേതാവാണ്. 4, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, RSSനെ എതിർക്കണം, ശക്തമായിട്ട് എതിർക്കണം. RSS ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷത്തിനും ഒരുപോലെ അപകടകാരിയാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കണമെന്ന VMൻ്റെ നിലപാട് ഇന്ന് യാഥാർത്ഥ്യമായി വന്നില്ലേ? അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ? വർഗീയതയുടെ കാര്യത്തിൽ, സംഘടനാ ദൗർബല്യത്തിൻ്റെ കാര്യത്തിൽ, മാഫിയകളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ, അതുപോലെ മധ്യരാജാക്കന്മാരുമായി സന്ധി ചെയ്യുന്ന കാര്യത്തിൽ, ഇതിനെല്ലാത്തിനും തന്നെ വ്യക്തമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ നിലപാടുകളായിരുന്നു ശരി എന്നാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് കാണിക്കുന്നത്. തിരിച്ചു വരാൻ താങ്കളിലേക്ക്. കോൺഗ്രസിനെ ആര് തിരുത്തും? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു മാത്യു കുഴൽനാടൻ, BRM ഷെഫീർ, സ്വപ്ന പാട്രോണിസ് എന്നിവർക്കൊപ്പം മാധ്യമപ്രവർത്തകൻ A സജീവനും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചയിലേക്ക് മടങ്ങി വരാം. കോൺഗ്രസിനെ തിരുത്തേണ്ടത് എങ്ങനെ? മാത്യു കുഴൽനാടൻ, BRM ഷെഫീർ, സ്വപ്ന പാട്രോണിസ്, A സജീവൻ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീമതി സ്വപ്ന പാട്രോണിസ് ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് കരുതുന്നു. ശ്രീമതി സ്വപ്ന പാട്രോണിസ്, താങ്കൾ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, പറയൂ. VM സാധാരണ നിലയിൽ ഇത്ര വലിയൊരു തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് നിയോഗിച്ച വ്യക്തി എന്ന നിലയിൽ സംസ്ഥാന കോൺഗ്രസിനേറ്റ പരാജയത്തിന്റെ കാരണങ്ങൾ വിലയിരുത്താനും കോൺഗ്രസിന്റെ നിലവിലെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാനും KPCC അധ്യക്ഷന് നൽകുന്ന റിപ്പോർട്ട് ധാരാളം മതിയാകും. അതിനെ മാത്രം ആശ്രയിച്ച് ഹൈക്കമാൻഡിന് ഒരു വിലയിരുത്തലിൽ ചെന്ന് നിൽക്കാം. എന്തുകൊണ്ടാണ് അതിൽ തൃപ്തി അടയാതെ പിന്നെയും കൂടുതൽ നേതാക്കളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിക്കാൻ
ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത്? കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഒരു ഡിബേറ്റും ഡിസ്കഷനും കൂടി മാത്രമേ ഒരു നിലപാടിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കോൺഗ്രസ് പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റു നേതാക്കളോ ഓരോരുത്തർ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുന്നത്. അത് എന്നും അങ്ങനെ തന്നെയായിരുന്നു. കാരണം എല്ലാവരെയും കൂട്ടി എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി പാർട്ടിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയാണ് ഹൈക്കമാൻഡ് എന്നും നിലപാടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ജനാധിപത്യ പാർട്ടിയാകുമ്പോൾ ചർച്ചകൾ ഉണ്ടാകും, അതിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് നല്ല അഭിപ്രായങ്ങൾ എടുത്ത് അതിലൊരു അന്തിമ തീരുമാനം എടുക്കാൻ മാത്രമേ ഹൈക്കമാൻഡ് എന്നും ശ്രമിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ VM സുധീരന് കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങളെ, സങ്കീർണതകളെ പരിഹരിക്കാനോ അതല്ലെങ്കിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകാനോ സാധിച്ചിട്ടുണ്ടെന്ന വിലയിരുത്തലുണ്ടോ ഹൈക്കമാൻഡിന്? ഇവിടെ എന്ന് പറഞ്ഞാൽ 3 നേതാക്കന്മാർ നമുക്കുണ്ട്, എല്ലാം മുതിർന്ന നേതാക്കന്മാർ. അതുപോലെ തന്നെ പാർട്ടി എന്ന് പറയുന്നത് ഒരു സെഞ്ചുറി ഓൾഡ് പാർട്ടിയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രവർത്തകരെ എല്ലാവരെയും അതിൻ്റെതായ വിശ്വാസത്തിലെടുത്തിട്ടാണ് പാർട്ടി ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലെത്തുന്നത്. അപ്പോൾ ഇത് ഇന്ന് മനസ്സിലാക്കേണ്ടത് VM സുധീരന്റെയോ മാത്രമല്ല, ശ്രീ ഉമ്മൻചാണ്ടിയുടെയോ രമേശ് ചെന്നിത്തലയുടെയോ മാത്രം അഭിപ്രായങ്ങളല്ല, പാർട്ടിയുടെ പ്രവർത്തകരുടെ മൊത്തത്തിലുള്ള അഭിപ്രായങ്ങൾ കേട്ടതിനും അറിഞ്ഞതിനും ശേഷം മാത്രമേ ഹൈക്കമാൻഡ് ഒരു നിലപാടിൽ എത്തുകയുള്ളൂ. ഞാൻ വരാൻ താങ്കളിലേക്ക്. ശ്രീ A. സജീവൻ, കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പിലെ പ്രശ്നങ്ങൾ എത്രത്തോളമാണെന്ന് ഹൈക്കമാൻഡ് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണോ ഇങ്ങനെ നേതാക്കളെ എല്ലാം വിളിച്ച് ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്? സ്വപ്ന പാട്രോണിക്സിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ സ്വപ്ന പാട്രോണിക്സ് ഇവിടെ സംസാരിച്ചപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി. ഹൈക്കമാൻഡ് നിയോഗിച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ കോൺഗ്രസിന് ഹൈക്കമാൻഡ് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. ഒന്ന്, ഒരു അവിശ്വാസമുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, ഏത് കാലത്താണ് സ്വപ്നയ്ക്ക് പറയും, ഏത് കാലത്താണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പൂർണ്ണമായിട്ടും ചർച്ച നടത്തിയിട്ട് ഹൈക്കമാൻഡിൽ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ വിശദമായ ചർച്ച നടത്തിയിട്ട് അങ്ങനെ ഒരു ഏകാഭിപ്രായം കൊണ്ടുവന്ന് വോട്ടിനിട്ട് പാസ്സാക്കിയുള്ള ഒരു കാലത്തില്ല. അവിടെ പാർട്ടി പ്രസിഡന്റ് പോലും റബ്ബർ സ്റ്റാമ്പായിട്ടുള്ള എത്രയോ കാലം നമുക്കറിയാം. പാർലമെൻ്ററി പാർട്ടി നേതാവ് പലപ്പോഴും പ്രധാനമന്ത്രി, അക്കാലത്ത് പ്രധാനമന്ത്രിയായിരുന്നു, ആ പാർലമെൻ്ററി പാർട്ടി നേതാവാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. എനിക്ക് ഒരു ഘട്ടത്തിൽ സീതാറാം കേസരി അധ്യക്ഷനായിരുന്നപ്പോൾ നരസിംഹറാവുവിന്റെ കയ്യിലായിരുന്നു. അതെ, തീർച്ചയായും നമുക്ക് ഒരു കാലഘട്ടത്തിലും ഇപ്പം DK ബറുവെ പോലുള്ള ആളുകളുടെയൊക്കെ കഥ നമുക്ക് അറിയുന്നതല്ലേ. അപ്പോൾ അത് തെറ്റാണ്. പിന്നെ മറ്റൊരു കാര്യം, ജനാധിപത്യ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ KPCC ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ വേണ്ടി 3 ദിവസമാണ് ചർച്ച നടത്തിയിട്ടുള്ളത്. ആദ്യത്തെ KPCC യോഗം, പിന്നീട് നമ്മൾ ക്യാമ്പ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന യോഗം. ഇങ്ങനെ 3 ദിവസം ചർച്ച നടത്തിയിട്ട് അതിലുള്ള അഭിപ്രായങ്ങളെല്ലാം കൂടി സ്വരൂപിച്ച് ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർക്ക് കൊടുക്കാൻ, ഹൈക്കമാൻഡിന് കൊടുക്കാൻ KPCC പ്രസിഡന്റ് മാത്രം മതി. അതാണ് ജനാധിപത്യം. അതല്ലാതെ ഇവിടെ പങ്കെടുത്ത എല്ലാ KPCC നേതാക്കന്മാരും അവിടെ പോയിട്ട് വീണ്ടും അവിടുന്ന് അലക്കുന്നതല്ല. അതാണ് ഇപ്പോൾ. അപ്പോൾ സത്യത്തിൽ കോൺഗ്രസ്സിൽ ഇല്ലാത്തൊരു കീഴ്വഴക്കം ഉണ്ട് എന്ന് സ്ഥാപിക്കുകയാണ്. അത് ജനാധിപത്യവുമല്ല. സ്വപ്നയ്ക്ക് അത് കാര്യം മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് ജനാധിപത്യമേ അല്ല. കോൺഗ്രസ് ഒരു കാലത്തും ഇല്ലാത്ത അത് KPCC നടന്ന ചർച്ച അതവിടെ പോകുന്നു. പിന്നീട് രാഹുൽ ഗാന്ധിക്ക് പലരും ആയിട്ട് ചർച്ച നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധി മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ചർച്ച നടത്തി ശരിയായിട്ട് കാര്യമാണ്. അതൊക്കെ ചെയ്യാം. കാരണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ പോലും പല മേഖലയിലുള്ള ആളുകളായിട്ട് അഭിപ്രായം തേടുന്നു. എന്നിട്ടൊരു അഭിപ്രായ രൂപീകരണം ഉണ്ടായിട്ട് KPCC പ്രസിഡന്റിൻ്റെ ഭാഗത്ത് മാത്രം നിന്നു എന്ന് തോന്നാത്ത രൂപത്തിൽ ശക്തമായിട്ടുള്ള അഭിപ്രായത്തിലേക്ക് വരാം. ശ്രീ മാത്യു കുഴൽനാടൻ, താങ്കൾ നേരത്തെ പറഞ്ഞു VM സുധീരൻ എല്ലാം കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഫൈനൽ രൂപത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്ന്. താങ്കളും താങ്കളുടെ കൂട്ടത്തിൽ ചിലരും രാഹുൽ ഗാന്ധിയെ കാണുകയും ഒരു യൂത്ത് റെപ്രസെൻറ്റേഷൻ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ശക്തമായി ഉണ്ടാകണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നല്ലോ. താങ്കൾ ഏത് തരത്തിലുള്ള ഒരു അഴിച്ചുപണി ഈ 50 നേതാക്കളെ കണ്ട ശേഷം കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു? ഞാൻ ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോൾ മാത്രമല്ല ഇതിനു മുമ്പും യഥാർത്ഥത്തിൽ സത്യസന്ധമായും ആത്മാർത്ഥമായും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെമ്പാടും കോൺഗ്രസ് പാർട്ടിയിൽ യുവത്വം വരേണ്ടതുണ്ട്, ഒരു തലമുറ മാറി പുതിയൊരു തലമുറയ്ക്ക് അവസരം കൊടുക്കണമെന്നും അദ്ദേഹം വളരെ ചിട്ടയായിട്ടും കൃത്യതയോടും കൂടി പാർട്ടിക്ക് അകത്ത് ടാർഗറ്റ് ചെയ്തിരുന്നു.
അങ്ങനെ അദ്ദേഹം നേതൃത്വത്തിലേക്ക് ആരെ കൊണ്ടുവരണം, നോമിനേഷനിലൂടെ നേതാക്കന്മാരുടെ ഇഷ്ടക്കാരെ കൊണ്ടുവരുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ആ ഒരു രീതി ശരിയല്ല എന്നുള്ള പൊതു അഭിപ്രായ രൂപീകരണത്തിന് ശേഷമാണ് സംഘടനയിൽ NSUവിലും യൂത്ത് കോൺഗ്രസിലും സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനം കൊണ്ടുവന്ന് ഇന്ത്യയിലെമ്പാടും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി നേതാക്കന്മാർക്ക് കടന്നു വരാനുള്ള അവസരം ഉണ്ടായത്. അതിന് ഒത്തിരി ന്യൂനതകളും കുറവുകളും ഒക്കെ ഉണ്ടാകാം. ഈ ഞാനടക്കം ഇന്ന് ഞാൻ സംസ്ഥാന നേതൃത്വത്തിൽ അല്ലാതെ പ്രവർത്തിച്ചിട്ടുണ്ട്, സംസ്ഥാന ഉപാധ്യക്ഷനായും ജനറൽ സെക്രട്ടറിയുമായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും എനിക്കും ഉണ്ടായിരുന്ന ഒരു കുറവായി ഒരുപക്ഷെ പ്രവർത്തകരോ നേതാക്കന്മാരോ ഒക്കെ ആക്ഷേപമായി പറഞ്ഞിരുന്നത് ഞങ്ങളൊക്കെ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ നേതൃത്വത്തിൽ വരുന്നവരാണ് എന്ന് എന്നെയും എൻ്റെ ഒപ്പം വന്നവർ പലരെയും ആക്ഷേപിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ നേതൃത്വത്തിലേക്ക് വരാനുള്ള അവസരം എനിക്കും ലഭിച്ചു, എന്നെപ്പോലുള്ള മറ്റുള്ളവർക്കും ലഭിച്ചു. അങ്ങനെ വന്നവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിലേക്ക് കൊണ്ടുവരാനും രാഹുൽ ഗാന്ധിയുടെ പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വലിയൊരളവ് വരെ ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും ഈ റെസിസ്റ്റൻസ് ഉള്ളതാണ്. കാരണം അധികാരത്തിൽ വന്നവർക്ക് അവിടെ നിന്ന് മാറാൻ വലിയ പ്രയാസമാണ്. അതിന് കേരളമെന്നോ തമിഴ്നാടെന്നോ ബീഹാറെന്നോ ഒറീസ എന്നോ വ്യത്യാസമില്ല. ഇന്ത്യയിലെമ്പാടും ആ ദേശീയ നേതൃത്വത്തിലാണെങ്കിൽ പോലും ഇന്ന് നിൽക്കുന്ന പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ അവർ മാറി പുതിയൊരു നേതൃത്വം വരട്ടെ അല്ലെങ്കിൽ പുതിയൊരു തലമുറ വരട്ടെ എന്ന് പറയുമ്പോൾ വളരെ പ്രയാസമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം എത്രയോ സംസ്ഥാനങ്ങളിലാണ് വളരെ ചെറുപ്പക്കാരായ PCC അധ്യക്ഷന്മാരെ നിയമിച്ചത്. ഞങ്ങളുടെയൊക്കെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ദേശീയ അധ്യക്ഷനായിരുന്ന അശോക് തൻവർ ഹരിയാനയിലെ PCC പ്രസിഡന്റായി വെച്ചത് രാഹുൽ ഗാന്ധിയുടെ താല്പര്യമാണ്. സച്ചിൻ പൈലറ്റിനെ രാജസ്ഥാനിൽ PCC അധ്യക്ഷനായി നിയോഗിച്ചത് രാഹുൽ ഗാന്ധിയാണ്. അതുപോലെ മധ്യപ്രദേശിൽ ജോയ്രാജ് സിന്ധ്യ അയച്ചത് അദ്ദേഹമാണ്. ഇന്ന് വേണ്ട ഞാൻ പറഞ്ഞില്ലേ, അജയ് മാക്കനെ ഡൽഹിയിൽ കൊണ്ടുവന്നു. അങ്ങനെ ചെറുപ്പക്കാരുടെ പുതിയൊരു നിരയെ കൊണ്ടുവരാൻ വേണ്ടി രാഹുൽ ഗാന്ധി വലിയ പെയിൻ ഈ പാർട്ടിക്കകത്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ചെറുപ്പക്കാരെ യുവാക്കളെ യുവത്വം പാർട്ടിയിൽ കൊണ്ടുവരാനുള്ള മുൻകൈ എടുക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഉപാധ്യക്ഷൻ ഈ പ്രക്രിയ നടത്തുന്നത്. അതിനു മുമ്പായി സ്വാഭാവികമായിട്ടും ഇത്രയും നാളും പ്രവർത്തിച്ച മുതിർന്ന നേതാക്കന്മാർ, ആദരണീയരായ നേതാക്കന്മാർ അവരോട് കാര്യങ്ങൾ പറയുകയും അവരെ ബോധ്യപ്പെടുത്തുകയും വലിയൊരളവ് വരെ അവരെ കൂടി കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് ഒരു 50% കമ്മിറ്റികളിൽ 50% 50 വയസ്സിൽ താഴെയുള്ളവർ വരണമെന്നുള്ള ഒരു ഫോർമുലയിലേക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു മാനദണ്ഡത്തിലെത്തി എല്ലാവരുടെയും ഒരു അംഗീകാരം അതിന് വേണം. അല്ലെങ്കിൽ സ്വാഭാവിക ഹൈക്കമാൻഡ് പറഞ്ഞാൽ അംഗീകരിക്കുമെങ്കിൽ കൂടിയും അവരെ കൂടി വിശ്വാസത്തിലെടുക്കുന്ന ഒരു പ്രക്രിയയായിരിക്കും ഡൽഹിയിൽ നടക്കുക എന്നാണ്. കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് രാഹുൽ ഗാന്ധി ഉയർത്തപ്പെട്ട ശേഷം അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നയനിലപാടുകളുടെ കാര്യത്തിൽ, തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് സ്വീകരിച്ചിട്ടുള്ള തന്ത്രങ്ങളുടെ കാര്യത്തിൽ ഒന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വിജയം കണ്ടുവെന്നോ പൂർണ്ണമായും ഉൾക്കൊള്ളാനാകുന്നതാണെന്നോ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അത്തരം ഉദാഹരണങ്ങൾ ഇല്ല എന്നത് രാഹുൽ ഗാന്ധിയുടെ നേതാവെന്ന നിലയിലുള്ള ന്യൂനതയാണ്. കോൺഗ്രസിനെ പുഷ്ടിപ്പെടുത്താൻ, റിവൈവ് ചെയ്യാൻ ചെറുപ്പക്കാർ വരണമെന്ന ആശയം രാഹുൽ ഗാന്ധിക്കുണ്ടെങ്കിൽ അത് നടപ്പാക്കുന്നതിന് അദ്ദേഹത്തിന് തടസ്സമായി നിൽക്കുന്നത് മുൻകാലത്ത് അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിൽ ശരിയില്ലാതിരിക്കുന്നത് കൊണ്ടാണോ? അതല്ലെങ്കിൽ എന്താണ്, ആരാണ് അദ്ദേഹത്തിന് ആ പ്രക്രിയയിൽ തടസ്സമായി നിൽക്കുന്നത്? സ്വപ്ന പാട്രോണിസ്, താങ്കൾ കേൾക്കാമോ? കേൾക്കാം, പറയൂ. ഞാൻ കേട്ടില്ല, ക്വസ്റ്റ്യൻ കേട്ടില്ല. അതായത് രാഹുൽ ഗാന്ധി ഇതിനു മുൻപ് അദ്ദേഹം നേതൃതലത്തിലേക്ക് ഉയർത്തപ്പെട്ട ശേഷം എടുത്ത തീരുമാനങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വിവേകപൂർവ്വം ഉള്ളതാണെന്നോ വിജയിച്ചെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ചെറുപ്പക്കാർ വരണം, ഈ പാർട്ടിയെ റിവൈവ് ചെയ്യണമെങ്കിൽ എന്ന ആശയമുണ്ട്. ആ ആശയം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് തടസ്സം നിൽക്കുന്നത് മുൻകാലത്ത് അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്നതുകൊണ്ടാണോ? അതല്ലെങ്കിൽ മറ്റാരെങ്കിലും അദ്ദേഹത്തിന് ഇതിൽ നിന്ന് വിലക്കുന്നുണ്ടോ? സ്വപ്ന പാട്രോണിസ്, താങ്കൾ കേൾക്കാമോ? ടെലിഫോൺ ലൈൻ കട്ടായി തോന്നുന്നു. ശ്രീ എ സജീവൻ, രാഹുൽ ഗാന്ധിക്ക് സ്വാഭാവികമായി അദ്ദേഹം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാരെ ഈ പറയുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കില്ലേ? അവിടെ എവിടെയാണ് രാഹുലിന് തടസ്സം? തീർച്ചയായിട്ടും തടസ്സമുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാവ് തന്നെയാണ് തടസ്സം എന്നാണ് വിചാരിക്കുന്നത്. അതിന് കാരണം ഇപ്പോൾ മാത്യു കുഴൽനാടൻ പറഞ്ഞ പോലെ കാലഹരണപ്പെട്ട കുറേ നേതാക്കന്മാരാണ് ഈ ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിട്ട് ചുറ്റുവട്ടത്തുള്ളത്. അവരാണ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. നമുക്ക് ഞാൻ പലപ്പോഴും കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ തന്നെ പേര് പറയണം, ആ പേരുകളിലേക്ക് പോകാണ്ട് വിവാദമാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്ന. ശരിക്കും പറഞ്ഞാൽ താൻ മരിച്ചു കഴിയുന്ന കാലത്തും അധികാര സ്ഥാനത്തിരിക്കണം എന്ന നിലപാടിലേക്ക് പോകരുത്. കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ ഇന്ന അധികാരസ്ഥാനം മാത്രമാണെന്ന് വിചാരിക്കുന്ന ആളുകളാണ് പലപ്പോഴും ഇതിന് തടസ്സം നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആന്റണിയെ പോലൊരാൾക്ക് ഇത്തരം ഘട്ടങ്ങളിൽ ഒന്നും ചെയ്യാനില്ല എന്നാണോ?
അല്ല, എ കെ ആന്റണിയുടെ കാര്യം പറയാം. എ കെ ആന്റണി ഇപ്പോഴും ഈ കഴിഞ്ഞ രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നു. എ കെ ആന്റണി ഡൽഹിയിൽ രാജ്യസഭാ മെമ്പറായിട്ടിരിക്കണമെന്നൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും എ കെ ആന്റണി ഇരിക്കുന്നു. അദ്ദേഹമാണ് മത്സരിച്ചത്. അദ്ദേഹം വളരെ നല്ല നേതാവാണ്, കറകളഞ്ഞ നേതാവാണ്, ഒക്കെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ രാജ്യസഭാ മെമ്പറാവട്ടെ എന്ന് പറയാത്തത്? എ കെ ആന്റണി രാജ്യസഭാ മെമ്പറായിട്ടില്ലേ പോലും അദ്ദേഹം എക്സ്-എം-പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ സൗകര്യങ്ങളെല്ലാം കിട്ടും. പക്ഷേ അദ്ദേഹം തന്നെ രാജ്യസഭാ മെമ്പർ ആവണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും പറയാനുള്ള ഒരു അവസരം നിഷേധിക്കുകയാണ്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലേക്ക് വരേണ്ടതാണ്. പിന്നെ അതിന് പകരം പിന്നെ പാർട്ടി തലത്തിലേക്ക് പോലും, പാർട്ടി തലത്തിൽ ഈ പാർട്ടിയുടെ AICC-യിൽ പോലും ഇവിടെയുള്ള ചെറുപ്പക്കാർ, ഇപ്പോൾ നേരത്തെ മാത്യു കുഴൽനാടൻ പറഞ്ഞില്ല, സച്ചിൻ പൈലറ്റിനെ പോലെയുള്ള ആളുകൾ, അജയ് മകനെ പോലുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ഓരോ ചെറുപ്പക്കാരുടെ നിരയെ കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചിരുന്ന ഒരു സംശയമില്ല. ഈ പാർട്ടിയെ ഒരു പുനരുജ്ജീവനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്, ശ്രമിച്ചയാൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈകൾ കെട്ടിയിടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നുള്ളതിന് ഏറ്റവും വലിയ അവസാനത്തെ തെളിവാണ് കേരളത്തിലെ ഇലക്ഷനിൽ ഇന്ന ആളുകൾ കറയില്ലാത്ത ആളുകൾ, കറയുള്ള ആളുകൾ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് പൂർണ്ണമായിട്ടും വെട്ടിയിട്ട് ഈ ഉമ്മൻചാണ്ടി കൊടുത്തുള്ള ലിസ്റ്റ് അംഗീകരിച്ചു. എന്നിട്ടും അവസാനം അദ്ദേഹം കടന്നു പിടിച്ചിട്ടാണ് ബെന്നി ബെഹനാൻ്റെ പേര് വെട്ടിയത്. അതൊരു പകവീട്ടൽ പോലെയായിരുന്നു. അപ്പോൾ അങ്ങ് സത്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് വേണ്ടത്. അത് ഇപ്പോഴത്തെ വർക്കിംഗ് കമ്മിറ്റി ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ അവരത് വിട്ടുകൊടുക്കുന്നില്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. BRM ഷഫീർ, അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള വിവാദങ്ങളും ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ നേതാക്കളുമായി നടത്തുന്ന കൂടിയാലോചനകളും എല്ലാം കോൺഗ്രസിൽ അടിമുടി ഒരു മാറ്റത്തിന് വേണ്ടി കളമൊരുക്കാൻ വേണ്ടി രാഹുൽ നടത്തുന്ന ശ്രമങ്ങളായി തന്നെ നമ്മൾ കാണണ്ടേ? അതിനെ സ്വാഗതം ചെയ്യേണ്ടതുമല്ലേ? അല്ല, ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധിയിൽ ഇന്ത്യക്ക് പ്രതീക്ഷിക്കാനുള്ള വകയുണ്ട്. കാരണം ഇന്ത്യയിലെ ജനസംഖ്യയിൽ 70% യൂത്താണ്. സ്വാഭാവികമായിട്ടും അടിത്തട്ടിൽ നിന്ന് ഈ ജനബന്ധമുള്ള നേതാക്കന്മാരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ആദ്യഘട്ടങ്ങളിൽ സംഘടനാ തലത്തിലൊക്കെ അല്പം പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ റിസൾട്ട് വളരെ വലുതായിരിക്കുമെന്ന് രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ ഇന്ത്യ പിന്നീട് അംഗീകരിച്ചതുപോലെ ഇതിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, ഡൽഹിയിൽ ഇലക്ഷൻ നടന്നു. ഷീലാ ദീക്ഷിതിൻ്റെ ഭരണം മോശമായതുകൊണ്ടോ അവിടെ വികസനം നടക്കാത്തതുകൊണ്ടോ അല്ല അവിടെ പരാജയപ്പെട്ടത്. അവിടെ അഴിമതി ചർച്ചാ വിഷയമായി. പിന്നീട് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇലക്ഷൻ നടന്നു. അവിടെയും വികസനം കോൺഗ്രസിൻ്റെയും മറ്റു പാർട്ടികളുടെയും വികസനം ഇല്ലാത്തതുകൊണ്ടല്ല, അവിടെ അഴിമതി ചർച്ചാ വിഷയമായി. അതിനുശേഷം ഇങ്ങോട്ട് നമുക്ക് ഗുജറാത്തിൻ്റെ ഇലക്ഷൻ 2-3 ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്. അവിടെ വികസനത്തോടൊപ്പം വർഗീയത ചർച്ചാ വിഷയമായി. നമുക്ക് തമിഴ്നാട്ടിൽ അവിടെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ മുമ്പ് നടന്ന അഴിമതിയും ഭരണത്തിൻ്റെ ഒരു കാര്യക്ഷമതയും ഒരു ചർച്ചാ വിഷയമായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ യങ് ജനറേഷൻ, മാത്യു കുഴൽനാടനെ പോലുള്ള ആളുകൾ പിന്നെ നേതൃതലത്തിൽ നിൽക്കുന്ന വലിയ യങ് ജനറേഷനും അക്കാഡമിക്കായിട്ട് വളരെ മുന്നോട്ട് പോയിട്ടുള്ള ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നത് അഴിമതി, 50 രൂപയുടെ അഴിമതി പോലും ജനങ്ങൾ സഹിക്കില്ല. 2, നമ്മുടെ ഭൂമിയും നമ്മുടെ കണ്ണായ കരളായ നമ്മുടെ പരിസ്ഥിതിയുമെല്ലാം വിറ്റുതുലയ്ക്കുന്ന സമീപനത്തോട് ചെറുപ്പക്കാർക്കും പുതിയ തലമുറയിൽപ്പെട്ടവർക്കും വളരെ വിയോജിപ്പാനുള്ളത്. 3, ഒരു നിലപാട് ഉയർത്തിപ്പിടിക്കുകയും രാജ്യത്തുടനീളം കൊടുങ്കാറ്റ് പോലെ ആ സന്ദേശവുമായിട്ട് വളരെ വൈബ്രൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ലീഡർഷിപ്പ് വേണമെന്നും അതൊരു യൂത്ത് ഐക്കണായിട്ട് മാറണമെന്നും കോടിക്കണക്കിന് യുവാക്കൾ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധിക്ക് പ്രസക്തിയുണ്ട്. അത് കേന്ദ്രത്തിൽ. കേരളത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് എല്ലാ സംഘടനാ മിഷണറിയും ഉണ്ടായിരുന്നു, സംഘടനാ കെട്ടുറപ്പും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് സഖാവ് പിണറായി വിജയനിൽ മാത്രമായിട്ട് ആത്മവിശ്വാസം ഉണ്ടായില്ല. അവരെന്ത് ചെയ്തു? സംഘടനാ തലത്തിൽ സഖാവ് പിണറായി വിജയനെ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വിഗ്രഹത്തിൻ്റെ ആദർശത്തെയും അദ്ദേഹത്തിൻ്റെ പ്രകൃതിയോടും മനുഷ്യനോടും മണ്ണിനോടുമുള്ള സമീപനത്തെയും കാര്യമായിട്ട് മാധ്യമങ്ങളിലൂടെ ഉപയോഗപ്പെടുത്താൻ CPM-ന് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സംഘടനയിൽ കേരളത്തിൽ ഒരു ഏറ്റവും കുറഞ്ഞത് 14 DCC-കളിൽ കുറേയേറെ ചെറുപ്പക്കാരായ DCC പ്രസിഡന്റുമാർ വരണം, പുതിയ KPC-യുടെ ഭാരവാഹികൾ വരണം, പുതിയ മുഖങ്ങൾ ഉണ്ടാവണം. അതിലൊന്നും ഒരു വിയോജിപ്പുമില്ല. പക്ഷേ നമുക്ക് നല്ല മുഖങ്ങളോടൊപ്പം തന്നെ നല്ല ആശയങ്ങൾ കൂടി അഴിച്ചുപണിക്കുള്ള തുടക്കമാകട്ടെ രാഹുൽ ഗാന്ധി നേതാക്കളുമായി നടത്തുന്ന കൂടിക്കാഴ്ച നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ശ്രീ മാത്യു കുഴൽനാടൻ, ശ്രീ BRM ഷഫീർ, ശ്രീ A സജീവൻ, ശ്രീമതി സ്വപ്ന പാട്രോണീസ് ഈ ചർച്ചയിൽ സഹകരിച്ചതിന്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും നിങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ www.mediavantv.in. ഇനി MAT മൂസ കാണാം. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.